നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിൻ്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഭാഗം 8. ധനുമാസത്തിലെ തിരുവാതിര ഭഗവാന് അതിവിശേഷമാണ്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ അഖണ്ഡ ഭസ്മാഭിഷേകമാണ് പ്രധാന ചടങ്ങ്. പ്രദോഷവ്രതം. എല്ലാ മാസത്തിലും വരുന്ന പ്രദോഷവ്രതം ഏറ്റുമാനൂരിൽ അതിവിശേഷമായി ആചരിച്ചു വരുന്നുണ്ട്. അന്നേ ദിവസം സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് മുന്നോടിയായി വിശേഷാൽ അഭിഷേകം നടത്താറുണ്ട്. അന്നത്തെ അത്താഴ ശീവേലിക്ക് ഋഷഭവാഹനത്തിലേറിയാണ് ഏറ്റുമാനൂരപ്പൻ്റെ എഴുന്നള്ളത്ത്. നിരവധി ഭക്തർ ഇത് തൊഴാനായി ക്ഷേത്രത്തിൽ എത്താറുണ്ട്. ശനി തിങ്കൾ ദിവസത്തിലുള്ള പ്രദോഷം കൂടുതൽ വിശേഷമായി കണക്കാക്കപ്പെടുന്നു. ഉത്സവത്തിനിടയിൽ പ്രദോഷവ്രതം വരുന്നത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്ന രീതിയിലാണ് ഏറ്റുമാനൂരപ്പൻ്റെ കൊടിയേറ്റുത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രദോഷവ്രതം സർവാനുഗ്രഹം ലഭിക്കുന്ന ഒന്നാണ് എന്നാണ് വിശ്വാസം. അന്ന് സന്ധ്യയ്ക്ക് ശിവൻ പാർവതീ സമക്ഷം ആനന്ദ നൃത്തം ചെയ്യുന്നു. തദവസരത്തിൽ നൃത്തത്തിന് മോടി കൂട്ടാൻ സരസ്വതി ദേവി വീണ വായിക്കുന്നു. ബ്രഹ്മദേവൻ താളം പിടിക്കുന്നു. ഇന്ദ്രദേവൻ പുല്ലാങ്കുഴൽ വായിക്കുന്നു. ലക്ഷ്മി ദേവി ഗാനാലാപനം നടത്തുന്നു. ശിവഭൂതഗണങ്ങളും നൃത്തം ചെയ്യുന്നു. ദേവന്മാർ ഭഗവത് സ്തോത്രങ്ങൾ പാടുന്നു. യക്ഷകിന്നരന്മാർ ഭഗവാനെ സ്തുതിക്കുന്നു. സകല ദേവന്മാരും സന്നിഹിതരാവുന്ന പ്രദോഷവ്രതം നോറ്റാൽ എല്ലാ ദേവന്മാരും ഒന്നിച്ചു പ്രസാദിക്കുന്ന മഹാത്മ്യം കൂടി ഈ വ്രതത്തിനുണ്ട്. പ്രദോഷവ്രത സമയത്ത് ഗുരുനിന്ദയും വെറ്റിലമുറുക്കും നിഷിദ്ധമാണ്. രുദ്രാക്ഷം ധരിച്ച് പഞ്ചാക്ഷരം ജപിച്ചും ശിവമഹാത്മ്യം പാരായണം ചെയ്തും 12 മാസം വ്രതമാചരിച്ചാൽ ശാന്തിയും സമാധാനവും കളിയാടും എന്നാണ് ശൈവവിശ്വാസം. ഞായർ, തിങ്കൾ തുടങ്ങിയ ആഴ്ചകൾ ശിവക്ഷേത്രത്തിൽ പ്രധാനമാണ്. പൊതുവെ ഞായറാഴ്ചയാണ് മഹാദേവന് ഏറ്റവും പ്രധാനമായ ദിവസം. ആദിത്യൻ്റെ ദിവസമായ ഞായറാഴ്ച ശിവാരാധന നടത്തുന്നത് ആയുസ്സും ഐശ്വര്യവും നൽകും എന്നാണ് വിശ്വാസം. ആദിത്യൻ്റെ ആദിദൈവം ശിവനാണ്. സൂര്യശംഭു എന്ന് അറിയപ്പെടുന്നു. തിങ്കളാഴ്ചയ്ക്കും പ്രാധാന്യമുണ്ട്. പാർവതീ സമേതനായ ശിവനാണ് അന്ന് പ്രാധാന്യം. മനഃശാന്തിക്കും ഇഷ്ടവിവാഹ ജീവിതത്തിനും തിങ്കളാഴ്ച വ്രതം ഉത്തമം എന്ന് വിശ്വസിക്കുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ദർശന സമയം അതിരാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 11:45 വരെ. 12 മണിക്ക് നട അടയ്ക്കുന്നു. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. പ്രധാന വഴിപാടുകൾ: ഉദയാസ്തമന പൂജ, പ്രദോഷ പൂജ, ഉമാമഹേശ്വര പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന, ആയുർസൂക്ത പുഷ്പാഞ്ജലി, രുദ്രസൂക്ത പുഷ്പാഞ്ജലി, കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾ. ഏറ്റുമാനൂർ ക്ഷേത്രം MC റോഡിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്നും ഏറ്റുമാനൂർ ഭാഗത്തേക്ക് ധാരാളം ബസ്സുകൾ ലഭ്യമാണ്. MC റോഡ് വഴിയുള്ള ദീർഘദൂര ബസ്സുകളും ഇതുവഴി പോകുന്നു. കോട്ടയം തൃശ്ശൂർ റൂട്ടിലോടുന്ന ബസ്സുകൾ ഇവിടെ നിർത്തും. കോട്ടയത്ത് നിന്ന് 12 കിലോമീറ്റർ ദൂരം. എറണാകുളത്ത് നിന്ന് ഏകദേശം 52 കിലോമീറ്റർ. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്റർ. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏറ്റുമാനൂർ. വേണാട്, പരശുറാം, ഗുരുവായൂർ, മധുര അടക്കമുള്ള ധാരാളം എക്സ്പ്രസ് ട്രെയിനുകൾ, മെമു തുടങ്ങിയവ ഇവിടെ നിർത്തുന്നു. പ്രധാന റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളത് കോട്ടയം. ഏറ്റുമാനൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ക്ഷേത്ര ഐതിഹ്യത്തിൻ്റെ പരമ്പര ഇതോടുകൂടി അവസാനിക്കുന്നു. പുതിയൊരു ക്ഷേത്രവുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.